ഹലോ, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ലഞ്ചിന് ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായി, അതുകൊണ്ട് ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിന്നറിന് എല്ലാവർക്കും ചോറ് തന്നെ മതി. മറ്റ് സാധനങ്ങളൊന്നും ആർക്കും ഇഷ്ടം തന്നെ ഇല്ല, പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മീൻകറിക്ക് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് സവാള ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട് കുടംപുളി ഇട്ട് മറ്റേ മുളകിട്ട കറിയില്ലേ, അതായിട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മീൻ എന്ന് പറയണത് മാന്തളാണ്. അപ്പോൾ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിത് ആദ്യമേ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അരിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരി കഴുകി അരി ഇടാൻ പോവാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം തന്നെ കഴുകണം. നല്ല കളറുള്ള വെള്ളമായിരുന്നു. അപ്പോൾ നമ്മളൊരു 3-5 പ്രാവശ്യം കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അരി തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇവിടെ കൂടുതൽ റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത്. കാരണം ഞങ്ങൾ 3 പേരുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ വേണ്ടി അടുപ്പ് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് റൈസ് കുക്കറിൽ തന്നെയാണ് എല്ലാം വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുത്ത് തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി പപ്പടം കാച്ചാന്ന് ഓർത്താണ്, വേറെ കറിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പപ്പടം കാച്ചാനായിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ പപ്പടം എടുത്ത് ഇവിടെ നുറുക്കിയാണ് കാച്ചുന്നത്, ഒറ്റ ഇതായിട്ടല്ല. കാരണം കുറച്ച് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിനൊക്കെ വേണ്ടി. പിന്നെ ആ വീഡിയോ കട്ടായി പോയത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പപ്പടം കാച്ചി കഴിഞ്ഞു, മീൻകറിയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് ഗ്യാസ് സ്റ്റോപ്പും നന്നായിട്ട് തുടച്ചതിന് ശേഷം എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പോയി ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഒരു കുപ്പി വെള്ളവും കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.